ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫ്രെയിമൊക്കെ പാക്ക് ചെയ്യുന്നതെന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ഫ്രെയിമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെക്യൂറായിട്ട് പാക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് അടുത്തൊക്കെ നമ്മളൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രെയിമൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതാണ്. അത് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുക, ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മൾ ഈ ഫ്രെയിം ഇടുക്കിയിലേക്കുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പം ഞാനിത് ആദ്യമേ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിംഗ് റാപ്പ് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ഷോപ്പിലും കിട്ടാറുണ്ട്. പല സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലിംഗ് റാപ്പ് വെക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആകുമ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴായാലും അല്ലാതാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ ഫ്രെയിം ആണെങ്കിലും അതിനകത്തേക്ക് ഡസ്റ്റും കാര്യങ്ങളും ഒന്നും വീഴാതിരിക്കുക. നമ്മളിനി മുകളിൽ പാക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് പൊടികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് അത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ റാപ്പിംഗ് ഷീറ്റ് വെച്ച് റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വിൻറ്റേജ് മോഡലുള്ളൊരു റാപ്പിംഗ് ഷീറ്റാണ് എടുക്കുന്നത്. പല ഡിസൈനിലൊക്കെ ഉള്ളത് കിട്ടും. അപ്പം ഞാൻ ഇത് കൊറിയർ ചെയ്യുന്നത് DTDC വഴിയാണ് കേട്ടോ കൊറിയർ ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി ഞാൻ അയക്കാറില്ല. അതുപോലെ ഫ്രെയിം ആയാലും ഗിഫ്റ്റ് ബോക്സ് ആയാലും അയക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റിൽ അയക്കുമ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ വരുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ പോകാറില്ല. DTDC വഴിയാണ് അയക്കുന്നത്. DTDCയിൽ നമുക്ക് പലയിടത്തും പല ചാർജാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ റാപ്പിംഗ് ഷീറ്റ് വെച്ച് റാപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ പേപ്പർ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. റിബണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പേപ്പർ ത്രെഡ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ സ്റ്റിക്കർ, ഒരു താങ്ക് യു സ്റ്റിക്കർ, നമുക്ക് അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തതാണ്. അല്ലാണ്ട് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും താങ്ക് യു സ്റ്റിക്കർ. അപ്പം അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതുപോലെ ഒരു സ്പോഞ്ച്, നമ്മൾ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ സെക്യൂറായിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബബിൾ റാപ്പ് വെച്ചിട്ടാണ് ഞാൻ റാപ്പ് ചെയ്യുന്നത്. ബബിൾ റാപ്പ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ സ്പോഞ്ചും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ബബിൾ റാപ്പ് വെച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ട് റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ബബിൾ റാപ്പ് വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്തു. എന്നിട്ട് അത് നല്ലോണം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തെർമോക്കോളാണ്. നമ്മൾ തെർമോക്കോൾ ഓൾറെഡി വാങ്ങിക്കുന്ന ഷീറ്റാണ്. ഇപ്പോൾ അതെൻ്റെ കയ്യിൽ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ വെച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സെക്യൂറായിട്ട് തന്നെ പാക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഒരു ബ്രൗൺ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്തു. ക്രാഫ്റ്റ് ഷീറ്റ് എന്ന് പറയും. അതിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തു. പിന്നെ അതിന് മുകളിൽ നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡ് വെച്ചിട്ട് നല്ല സെക്യൂറായിട്ട് പാക്കിങ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചു. ഫ്രജൈലിന് ഫ്രണ്ടിൽ ഒട്ടിക്കണം കേട്ടോ. ഫ്രജൈൽ അല്ലെങ്കിൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് കൊറിയർ അയക്കുകയാണ്. കൊറിയർ അയക്കുമ്പോൾ അവരെടുത്ത് ഇങ്ങനെ എറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രജൈൽ അല്ലെങ്കിൽ ഹാൻഡിൽ വിത്ത് കെയർ നമ്മൾ പ്രിൻ്റ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതിയെങ്കിലും വെക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന അതല്ല അഡ്രസ്സും കാര്യങ്ങളൊന്നും പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കിങ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.